ഗൈസ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ടാ പോണേ? ഐസ് കൊണ്ടാ പോണേ? വിമാനത്തിലല്ല, ബീച്ചില്. നമ്മള് ബീച്ചിൽ പോകാണ്. നമ്മള് ബീച്ചിൽ പോകാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന രാത്രി 8 മണി ആയിക്കുന്നിട്ട് ഞങ്ങൾ പോണത്. എങ്ങോട്ടാ പോണത്? ഓക്കേ സെറ്റ്. എന്ത് മറക്കണ്ടാണ്? എന്ത് മറക്കണ്ട? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ ബൈ. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷാനീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ നെയിം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മക്കളെ പേരിൽ നിന്ന് എൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ആദ്യം മിന്നൂസ് നേരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ഷാനീസ് വ്ളോഗ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. രാത്രി 8 മണിക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത് തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലോക്കൊക്കെ താണ്ടി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തി കുറേ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടോ. ലാസ്റ്റ് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനൊരിടം കിട്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബീച്ചിൽ. ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങൾ പോണത്. തലേ ദിവസം അങ്ങോട്ട് അടുക്കാനേ പറ്റാത്ത തിരക്കായിരുന്നു എന്ന് കേട്ടു കേട്ടോ. നമ്മൾ അന്നാണ് പോകുന്നത്. അപ്പം നമ്മൾ അത്ര ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ബീച്ചിൽ ഇനി എന്ന് പോയാലും എപ്പം പോയാലും ആൾ തന്നെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ ബീച്ചല്ലല്ലോ ഇപ്പോഴത്തെ ബീച്ച്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരു രാത്രി 10 മണിക്ക് ശേഷം അങ്ങനെ ആളുകൾ ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം പോവുക, രാത്രിയാകുമ്പോൾ തിരിച്ചു പോരുക, ആ ഒരു സംഭവം ഇരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും 10 മണിക്ക് ശേഷമാണ് ബീച്ചിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഇതുപോലെ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മളൊരു ഊഞ്ഞാലയിലൊക്കെ കയറി ഒന്ന് ആർമാദിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബീച്ചിലേക്ക് പോയത്. ഊഞ്ഞാലല്ല, തോണിയിൽ. ഞാനും നാത്തൂനും കൂടെ തോണിയിൽ കയറി കേട്ടോ. അവൾക്ക് നല്ല പേടി. പക്ഷേ എനിക്ക് അത്ര ഒരു ഇതായില്ല. കാരണം നമ്മളിപ്പോൾ അടുത്ത് കണ്ണാടിക്കൽ ചന്ത കഴിഞ്ഞപ്പം അവിടെ പോയി തോണി കയറിയപ്പോൾ അത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതത്ര ഹൈറ്റ് ഇല്ല കേട്ടോ ഈ ഒരു ഊഞ്ഞാൽ. അതുകൊണ്ട് എനിക്കത്ര പ്രശ്നമായില്ല. പക്ഷേ നാത്തൂൻ നല്ലോണം പേടിച്ചു. അവൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കയറുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറേയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് പിന്നെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തറിയാം, വേഗം എന്താ പറയുക, കടലിൻ്റെ അടുത്ത് നിന്നൊക്കെ അങ്ങോട്ടേക്ക് പോയി. കാരണം മക്കളുള്ളത് കൊണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചിട്ട് നമ്മൾ വേഗം കടലിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് സാധനം വാങ്ങിച്ച് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. അവരായിട്ട് അവിടെ നിന്നാൽ നമുക്കൊന്നും നടക്കില്ല. കാരണം അത് വേണം ഇത് വേണം മറ്റേത് വേണം എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കാര്യം. അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, എല്ലാം അടിപൊളിയാട്ടോ. ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിലെത്തിയ രാത്രിയാണ് നല്ല രസമാട്ടോ. അപ്പം പകൽ പോകുന്നതിനെക്കാട്ടി രസം രാത്രി പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ രാത്രി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അധികം അവിടെ സ്റ്റേ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ പുതപ്പും വിരിപ്പും ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ കിടന്ന് രാവിലെ എണീറ്റ് പോകുന്ന ആ ഒരു ഇതാണ് ഇപ്പം കാണുന്നത്. നമ്മൾ രാത്രി 1 മണി വരെ ഇവിടെ നിന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ പോയത്. പക്ഷെ രാത്രി ഇത്രയും നട്ടപ്പാതിരായിരുന്നു നമുക്ക് അവിടുന്ന് ഫീൽ ചെയ്തതേ ഇല്ല കേട്ടോ. മക്കളൊക്കെ നന്നായിട്ട് കളിച്ചു. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമാണല്ലോ. നമ്മൾ ഒറ്റക്കൊറ്റക്ക് വരുമ്പോൾ ഇത്ര വൈബ് ഉണ്ടാവില്ല. എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി, ചെരണ്ടീസ് വാങ്ങി, അങ്ങനെയൊക്കെ ഓരോന്നും വാങ്ങി കഴിച്ചു. ഇവിടെ വന്നാൽ പിന്നെ ഉപ്പിലിട്ടത് വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ. അവിടെ മെയിൻ ഐറ്റം ഇതാണല്ലോ, ഉപ്പിലിട്ടത് ഒരു ചെരണ്ടീസും ആണല്ലോ ഇവിടെ നമ്മളെ മെയിൻ ഐറ്റം നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ. പിന്നെ ഇതാ ബീച്ചിലുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ മക്കൾ കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ. മിന്നൂസൊക്കെ അതിലൊക്കെ കയറി കളിച്ചു. പിന്നെ നമ്മളിവിടുന്ന് മുളക് ബജി വാങ്ങിയിട്ടോ. എനിക്കിഷ്ടമാണ് ഇവിടെ വന്നാൽ മുളക് ബജി കഴിക്കാം. മുളക് ബജി അതേപോലെ കോളിഫ്ലവറൊക്കെ നമ്മളിവിടുന്ന് വാങ്ങലുണ്ട് കേട്ടോ. ഉള്ളിവട, തോയമ്പൂരി അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനത്തെ ഒക്കെ വാങ്ങും കേട്ടോ. പിന്നെ ഇതെല്ലാവരും കൂടെ കൂടി ചട്ടിനൊക്കെ കൂട്ടി കഴിച്ചു.
പിന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ തിരിച്ചു പോരാൻ വേണ്ടി നോക്കിയിട്ടോ. ടൈം പോകുന്നത് അറിയുന്നേ ഇല്ല. പിന്നെ നമ്മൾ മെല്ലെ എണീറ്റ് പോയി, കാരണം രാവിലെ എല്ലാവർക്കും പോകാനുള്ളതാണ് ജോലിക്കൊക്കെ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.